അടുത്തതായിട്ട് മെമ്പർ ട്രാൻസാക്ഷനിൽ സബ് ഹെഡായ അതർ റെസിപ്റ്റ്സ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതർ റെസിപ്റ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അയൽക്കൂട്ടത്തിന് ലഭിക്കുന്ന, അതായത് മാസവരി, ഫൈൻ, സ്നേഹനിധി, വേറെ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ അതർ റെസിപ്റ്റ്സിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതായത് അയൽക്കൂട്ടത്തിലേക്ക് ലഭ്യമാകുന്ന വരവുകളാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതെല്ലാം നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് അതർ റെസിപ്റ്റ്സ് എന്ന് പറയുന്ന ഹെഡ് സെലക്ട് ചെയ്യുക. തുടർന്ന് പ്ലസ് ന്യൂ റെസിപ്റ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നെയിം ഓഫ് മെമ്പർ, റെസിപ്റ്റ് ടൈപ്പ്, എമൗണ്ട്, മോഡ് ഓഫ് റെസിപ്റ്റ് എന്നിവ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് അംഗമാണോ ഫൈൻ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മാസവരി കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതർ സേവിങ്സ് ഏത് മെമ്പറാണോ കൊടുത്തിട്ടുള്ളത്, മെമ്പറിൻ്റെ നെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം റെസിപ്റ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ഷെയർ ക്യാപിറ്റൽ, അതർ സേവിങ്സ്, കോൺട്രിബ്യൂഷൻ ബൈ മെമ്പേഴ്സ്, മെമ്പർഷിപ്പ് ഫീസ്, പെനാൽറ്റി എന്നിവ കാണാനായിട്ട് സാധിക്കും. ഇവിടെ അയൽക്കൂട്ടങ്ങളിൽ ഫൈൻ ഇനത്തിൽ ലഭിക്കുന്ന തുക പെനാൽറ്റിയിലാണ് നമുക്ക് ഉൾപ്പെടുത്തേണ്ടത്. അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ അല്ലെങ്കിൽ മറ്റ് വരവുകൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ ബൈ മെമ്പേഴ്സ് എന്ന ഹെഡിൽ എൻ്റർ ചെയ്യുക. മാസവരി ഉൾപ്പെടെയുള്ള മറ്റ് വരവുകൾ ഉണ്ടെങ്കിൽ അത് അതർ സേവിങ്സിൽ എൻ്റർ ചെയ്യുക. തുടർന്ന് എമൗണ്ട് എൻ്റർ ചെയ്യുക. മോഡ് ഓഫ് റെസിപ്റ്റ് ക്യാഷ് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. ഇതുപോലെ ഇതുപോലെ അടുത്ത മെമ്പറാണ് ഫൈനോ മാസവരിയോ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ പ്ലസ് ന്യൂ റെസിപ്റ്റിൽ കൊടുക്കുക. അവരുടെ പേര് സെലക്ട് ചെയ്യുക, റെസിപ്റ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക, എമൗണ്ട് എൻ്റർ ചെയ്യുക, മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യുക. അങ്ങനെ ഗ്രൂപ്പിലെ ഏതൊക്കെ മെമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ മെമ്പേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്ത് ഇതുപോലെ അതർ റെസിപ്റ്റ്സ് എൻ്റർ ചെയ്യേണ്ടതാണ്. ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റർ ചെയ്താൽ മതിയാകും. അടുത്തതായിട്ട് അതർ പേയ്മെൻറ്റ്സ് ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതർ പേയ്മെൻറ്റ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് ഡിവിഡൻഡ്, ഗ്രാൻഡ് ആൻഡ് ഡൊണേഷൻ, ഡിവിഡൻഡ് പേയ്മെൻറ്റ്, അതായത് ലാഭവിഹിതം നമ്മൾ വീതിച്ചെടുക്കുന്ന സമയത്ത് അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാൻഡോ ഡൊണേഷനോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് അതർ പേയ്മെൻറ്റ് എന്നുള്ള സബ് ഹെഡ് സെലക്ട് ചെയ്യുക. വരുന്ന പേജിൽ പ്ലസ് ന്യൂ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മെമ്പർ നെയിം, പേയ്മെൻറ്റ് ടൈപ്പ്, എമൗണ്ട്, മോഡ് ഓഫ് പേയ്മെൻറ്റ് തുടങ്ങിയവ കൊടുത്ത് സേവ് ചെയ്യുക. മെമ്പർ നെയിം, ഇപ്പോൾ ഒരാൾ സുഖമില്ലാതെ കിടക്കുന്ന സാഹചര്യത്തിൽ അയൽക്കൂട്ടത്തിൽ നിന്നും ആ വ്യക്തിക്ക് നമ്മൾ ഡൊണേഷനായിട്ട് കുറച്ച് ക്യാഷ് കൊടുക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ പേര് മെമ്പർ നെയിമിൻ്റെ സ്ഥലത്ത് സെലക്ട് ചെയ്യുക. തുടർന്ന് പേയ്മെൻറ്റ് ടൈപ്പ് ഗ്രാൻഡ് ഓർ ഡൊണേഷൻ കൊടുക്കുക. കൊടുത്ത എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക. മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ലാഭവിഹിതം വീതിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മെമ്പർ നെയിം സെലക്ട് ചെയ്യുക, പേയ്മെൻറ്റ് ടൈപ്പ് നമ്മൾ ഡിവിഡൻഡ് പേയ്മെൻറ്റ് കൊടുക്കുക, എമൗണ്ട് എൻ്റർ ചെയ്യുക, മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇതുപോലെ അയൽക്കൂട്ടത്തിലെ ഓരോ അംഗങ്ങളെയും നമ്മൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിന് പ്ലസ് ന്യൂ പേയ്മെൻറ്റ് കൊടുത്ത് ഓരോ അംഗത്തെയും നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പറഞ്ഞതുപോലെ എല്ലാ മെമ്പറേയും ആഡ് ചെയ്ത് സേവ് ചെയ്യുക.